സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമറോട് കൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വാർത്ത തുടങ്ങുകയാണ്. കാരണം ഇത് കാണുന്ന ഓരോ ഹിന്ദുവും ഈ വാർത്ത സേവ് ചെയ്ത് വെക്കണം എന്ന് പറയുകയാണ്. നമ്മൾ അങ്ങനെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് അങ്ങനെ ആരോടും പറയാറില്ല. നമ്മുടെ വാർത്ത ഷെയർ ചെയ്യാനും പറയാറില്ല, കാണാനും പറയാറില്ല, സേവ് ചെയ്ത് വെക്കാനും പറയാം. പക്ഷെ ഇത് സേവ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തെ ഒരു കൾപ്രിറ്റാക്കി നിർത്താനായിട്ട് കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് അവർ നടത്തിയത് എന്നുള്ളതിന്റെ നേരുദാഹരണമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എക്സ്പ്ലോസീവ് അലിഗേഷൻസ് എന്നുള്ള പേരിലാണ്. എക്സ്പ്ലോസീവ് അലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്ത എന്നുള്ളതാണ്. അത് former Ministry of Home Affairs Under Secretary RVS Mani has made fresh allegations regarding the Hindu terror narrative during the UPA government. RVS Mani claimed that he was allegedly pressured to identify cases supporting the Hindu terror theory despite, according to him, finding no such evidence. He further alleged that political considerations influenced certain terror investigations and challenged those who disagree with his claims to പ്രസന്റ് കോൺട്രറി എവിഡൻസ് എന്നുള്ളതാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതെന്താ സംഭവം നമ്മൾ മലയാളത്തിൽ പറഞ്ഞുതരാം. 2014 മുതൽ 2014 വരെ ഹിന്ദുക്കൾ സത്യം പറഞ്ഞാൽ കൈയെടുത്ത് കുമ്പിടേണ്ടത്, വേണമെങ്കിൽ ഒരു ഫോട്ടോ തന്നെ വീട്ടിൽ വയ്ക്കേണ്ടത് മഹാത്മാഗാന്ധിയുടെ കൂട്ടത്തിൽ, ഈ മഹാത്മാഗാന്ധിയുടെ വച്ചില്ല എന്ന് വേണ്ട, മഹാത്മാഗാന്ധിയുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ തന്നെ വയ്ക്കേണ്ടതുമായിട്ടുള്ള 2 പേരുണ്ട്. അതിൽ ഒരാളെന്ന് പറയുന്നത് തൂക്കാറാം ഓംബ്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. തൂക്കാറാം ഓംബ്ല ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുംബൈ ഭീകരാക്രമണത്തിൽ അയാളുടെ ജീവൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചു. ഈ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യയിൽ ഇന്നും നമ്മൾ ഹിന്ദു ഭീകരത എന്നുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സമീർ ദിനേശ് ചൗധരി എന്ന പേരായിരിക്കും. കാരണം അജ്മൽ കസബ് കയ്യിൽ ഒരു ഹിന്ദുവിന്റെ ചരടും കെട്ടി സമീർ ചൗധരി എന്ന പേരിലാണ് അവൻ വന്നിട്ട് അവനെ ജീവൻ നൽകി പിടിച്ചത് ഈ തൂക്കാറാം ഓംബ്ല എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ ഇന്നും ഈ ഒരു സമൂഹം ഹിന്ദു ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ ആദ്യം ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഈ സമീർ ചൗധരി എന്ന പേരിൽ നമ്മൾ ഇപ്പോഴും പഴി കേട്ടുകൊണ്ടിരുന്നത്. രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സോണിയ ബാക്ക് സീറ്റ് ഭരണം നടത്തിയിരുന്നപ്പോൾ അവിടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന, ആഭ്യന്തര മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ ദിവസം ANI എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നു. ഈ പോഡ്കാസ്റ്റ് എല്ലാ ഹിന്ദുക്കളും നിർബന്ധിതമായി കാണേണ്ട ഒരു പോഡ്കാസ്റ്റ് ആണ്. ദിഗ്വിജയ് സിംഗ് രാജ്യത്ത് നടന്ന ഹിന്ദു ഭീകരതയുടെ കണക്കുകൾ 2006 കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഈ RVS മണി എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിരുന്നു. 2006 നമുക്കിപ്പോ തന്നെ ഹിന്ദു ഭീകരത, രാജ്യത്ത് നടന്ന ഭീകരതയെല്ലാം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഭീകരത നമ്മുടെ രാജ്യത്തില്ല, അങ്ങനെ ഒരു ഭീകരത ഉണ്ടാകാനും സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഇദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു, നല്ല കാര്യം. അദ്ദേഹത്തോട് പലപ്പോഴും വ്യാജ അഫിഡവിറ്റുകൾ നൽകാൻ കോൺഗ്രസ് നിർബന്ധിച്ചിട്ടുണ്ട്. ഹിന്ദു ഭീകരത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സംജോത എക്സ്പ്രസ് സ്ഫോടനം നടത്തിയ ആസിഫ് ഖിലാനി ISIയുടെ കയ്യിൽ നിന്ന് തനിക്ക് പണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ഹിന്ദു തീവ്രവാദി ആക്രമണമാക്കി മാറ്റാനായിട്ട് കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഏനയുടെ പോഡ്കാസ്റ്റ് എല്ലാവരും കാണണം. മുംബൈ ഭീകരാക്രമണം, അദ്ദേഹത്തിന്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വാക്കിതാണ്, മുംബൈ ഭീകരാക്രമണം കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പം ചെയ്ത് നടത്തിയ ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് പറയുന്നതെന്ന് ഓർക്കണം. സോണിയാഗാന്ധിയുടെ ആഭ്യന്തര വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത്. പോരാത്തതിന് വ്യാജ കറൻസി റാക്കറ്റുകളെ നമ്മൾ ദുരന്തർ സിനിമയിൽ കണ്ടതാണ്. വ്യാജ കറൻസി റാക്കറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതെന്ന്. ആ വ്യാജ കറൻസി റാക്കറ്റുകളെയും അവർക്ക് പിന്നിലുള്ളവരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച കേണൽ പുരോഹിത്തിനെ ഇവർ മാലേഗാവ് സ്ഫോടനത്തിൽ കുടുക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇഷ്റത് ജഹാൻ കേസിൽ മോദിയെയും അമിത്ഷായെയും ബന്ധിപ്പിച്ച് ഭീകര സംഘടനകൾ ഉണ്ടാക്കി ഹിന്ദു ഭീകരത പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് അവർ ശ്രമിച്ചു.
ഞാൻ വീണ്ടും പറയുന്നു, ആരാണ് പറയുന്നത്? RVS മണി എന്ന് പറയുന്ന സോണിയ ഗവൺമെന്റിന്റെ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സോണിയ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന, അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തോട് കുനിയാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നിശബ്ദനാകാൻ പറഞ്ഞു. അദ്ദേഹം കേട്ടില്ല. സധൈര്യം ഹിന്ദുക്കൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അതുകൊണ്ട് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയായിരുന്നു. ആദരിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ബിജുചേട്ടാ ഇദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് കാണണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. കാരണം ഇത് എല്ലാവരും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഹിന്ദു ഭീകരവാദം എന്ന് ആദ്യം ഉപയോഗിച്ചത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ആയിരുന്നു. ആദ്യത്തെ UPA ഗവൺമെന്റ്. അയാളാണ് ആദ്യമായിട്ട് ഹിന്ദു ഭീകരവാദം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് ചിദംബരം ഇത് പാർലമെന്റിൽ കൊണ്ടുവന്നു, ഹിന്ദു ഭീകരതയുണ്ട് എന്ന് പറഞ്ഞു. അതുവരെ ഇവർക്ക് ഈ ലോകത്ത് നടക്കുന്ന സകല ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയും അതിനെ ടാക്കിൾ ചെയ്യാൻ, അതായത് ഓരോ മിനിറ്റ് വെച്ച് ഓരോ ഇസ്ലാമിക ഭീകരനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ടാക്കിൾ ചെയ്യാൻ ഇപ്പുറത്തൊരു ഗോഡ്സെ മാത്രമേ ഉണ്ടായിരുന്നു. അത് അവർക്ക് പോരായിരുന്നു. ആ ഒരു വിഷയം കൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബിജുചേട്ടാ, ഇതിൽ താങ്കളുടെ പ്രതികരണം എനിക്ക് വേണം, വളരെ വിലപ്പെട്ട പ്രതികരണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിംഗ് ആണ് അത്. ANI എന്ന് പറഞ്ഞ നമ്മുടെ ദേശീയ വാർത്താ ഏജൻസിയാണ് പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകര് പറ്റുകയാണെങ്കിൽ അതൊന്ന് കയറി കാണണം. ANI തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ കാണണം. കാരണം ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ഭീകരവാദികളാക്കാൻ ഇപ്പോഴും ആ ശ്രമം നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിലടക്കം ഈ സുഡാപ്പിൽ സ്ഥിരം ഇടുന്നുണ്ട്. പാകിസ്ഥാൻ രഹസ്യം ചോർത്തി കൊടുത്ത ഇന്ന റാവു ഇല്ലെങ്കിൽ ഇന്ന ചൗധരി RSSകാരനാണ്, സംഘിയാണ്, അത് ഏൽക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ഇപ്പോഴും അവർ പറയാറുണ്ട്. ഇവിടെയാണ് രണ്ട് കാര്യങ്ങളുണ്ടായത്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം മുഴുവൻ പണസമ്പാദനമായിരുന്നു. കോൺഗ്രസിന് രാജ്യമല്ലായിരുന്നു അവർക്ക് വലുത്, തന്റെ കുടുംബമായിരുന്നു വലുത്. അവരവന്റെ കുടുംബമായിരുന്നു. അത് ദിഗ്വിജയ് സിംഗ് ആയാലും സോണി ആയാലും കോൺഗ്രസ്സുകാരുടെ മെയിൻ. അതിനവർ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത്, ആ പണി തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തെ വിൽക്കുക, അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് മേടിക്കുക, അവർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുക, ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഇല്ലെങ്കിൽ NGOകൾക്കും വേണ്ടി വർക്ക് ചെയ്യാൻ കൊടുക്കുക, മതപരിവർത്തനത്തിന് കൊടുക്കുക, അവരുടെ ഫണ്ട് വാങ്ങിക്കുക. ഇതെല്ലാം സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അതായത് രാജ്യം മുടിഞ്ഞാലോ രാജ്യം നശിച്ചാലോ പ്രശ്നമില്ല, ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങൾ തന്നെ വീണ്ടും വരും, ഇതെന്റെ കുടുംബത്തിന്റെ ഇതാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും ആരും മൈൻഡ് ചെയ്യില്ല എന്ന്. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു, ഇവർക്ക് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നപ്പോൾ അവർ ആദ്യം ശ്രമിച്ചത് ഹിന്ദുത്വത്തെ തകർക്കാനാണ്. ഹിന്ദു തകർന്നാൽ മാത്രമേ നമുക്ക് ഈ രാജ്യം കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അവര് പോയി, അവർക്ക് കീഴ്പ്പെടുത്താനും കഴിഞ്ഞില്ല. അത് അവർ പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം തുടങ്ങി. അങ്ങനെ മതപരിവർത്തനം ചെയ്ത് ഹിന്ദുക്കളെ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യം വരും. നമ്മുടെ രാജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അടിപൊളിയാവും. മൂന്നാമത്തെ ഒരു കൂട്ടം അപ്പോഴത്തേനും ഈ ഇസ്ലാം വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗവും മതപരിവർത്തനം തുടങ്ങി. അവരുടെ പ്രശ്നം നമ്പേഴ്സ് കൂട്ടുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ മതമാകുക, ഓരോ രാജ്യങ്ങളും പിടിച്ചെടുക്കുക. ഇവർക്കൊക്കെ അത് ഇതിനെല്ലാവിധ വെള്ളവും നൽകിയത് കോൺഗ്രസ് സർക്കാരുകളായിരുന്നു. കോൺഗ്രസ് സർക്കാരുകൾക്ക് അതിന് തടസ്സമായി നിന്നത് എന്താണ്, അസംഖ്യം വരുന്ന ഹിന്ദുക്കളും അവരുടെ വിരലിലെണ്ണാവുന്ന സംഘടനകളും മാത്രമാണ്. അപ്പോൾ അവരെ ഒതുക്കണം. അവരെ ഒതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാളെ നമ്മൾ നശിപ്പിക്കണം, അവനെ നേരിട്ട് തല്ലാൻ പറ്റില്ല, പക്ഷെ അവനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അവനെ കള്ളൻ എന്ന് മുദ്ര കുത്തും, വ്യഭിചാരി എന്ന് മുദ്ര കുത്തും, അവനെ എന്ന് മുദ്ര കുത്തും. ക്രെഡിബിലിറ്റി, അവന്റെ വിശ്വാസത തകർക്കാനോ. അങ്ങനെ ഹിന്ദുക്കളെ പതുക്കെ ഭീകരവാദികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യത്ത് നടക്കുന്ന, ഇപ്പോഴും നടക്കത്തില്ല കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ടാണ്, ഈ രാജ്യത്ത് നടക്കുന്ന ഈ ധർമ്മസ്ഥലിൽ എന്താണ് നടന്നത്? ഹിന്ദു സമൂഹത്തെ താറടിക്കാനായിട്ട് ഒരു ക്ഷേത്രം മുൻകൈ എടുത്തുകൊണ്ട് കൊലപാതകം നടന്നു വരുത്തി തരിക. അത് ഹിന്ദുത്വം തകരണം, ക്ഷേത്രങ്ങൾ തകരണം, ആചാരങ്ങൾ തകരണം, ഹിന്ദുക്കളെല്ലാം തീവ്രവാദികൾ എന്നൊരു മുദ്ര കുത്തണം. ഇതായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ. ഈ പാർലമെന്റില് ശ്രീ ചിദംബരം ഉപയോഗിച്ച വാക്ക് കാവി ഭീകരത എന്നാണ്. അവിടെയാണ് RSSന്റെ അപകടം മനസ്സിലാക്കുന്നത്. അതായത് ഹിന്ദു ഭീകരവാദികളിൽ തന്നെ RSSന്റെ കാവി ഭീകരത, RSSന്റെയും അനുബന്ധ സംഘടനകളുമായിരുന്നു കാവി പതാകകൾ വഹിച്ചിരുന്നവരും. ഹിന്ദുവിന്റെ മുഴുവൻ കളറും കാവി തന്നെയാണ്. ഹിന്ദു എവിടെ പരിപാടി നടത്തിയാലും അത് കാവി പതാക തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോ RSSന്റെ ഒന്നും അല്ലത്. പക്ഷെ കാവി ഭീകരത എന്നൊരു വാക്ക് അദ്ദേഹം പാർലമെന്റിൽ ഉപയോഗിച്ചു. ഇവിടെയാണ് ഈ അപകടം കുറഞ്ഞ പക്ഷം ഹിന്ദു സംഘടനകളെങ്കിലും തിരിച്ചറിയുന്നത്. കാരണം ഒരുപക്ഷെ നരേന്ദ്രമോദി വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും ധനുഷും അടക്കമുള്ള ഹിന്ദുക്കൾ ഇന്ന് തീവ്രവാദികളെ പോലെ ആയിരുന്നേനെ. നമ്മളെ കാണുമ്പോഴേ അവനെ അടുപ്പിക്കില്ല, തീവ്രവാദിയാണെന്ന് പറയും. ഇന്ന് സംഘി എന്ന് വിളിക്കുന്നതിന് പകരം തീവ്രവാദി എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ തടയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞത് ആരാണ്? BJPക്കാരാണോ? അല്ല. RSSകാരാണോ? അല്ല. സോണിയാഗാന്ധിയുടെ കീഴിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ ദിഗ്വിജയ് സിംഗും ഈ ചിദംബരവും
അണ്ടർ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്ന്. ഈ കസബിന്റെ കയ്യിലേക്ക് എന്തുകൊണ്ടാണ് കസബ് ചൗധരി എന്നൊരു പേര് സ്വീകരിച്ചുകൊണ്ട് കൈ ചരട് കെട്ടി വന്നിരുന്നത്? അതൊരു വെൽ പ്ലാനിങ് ആയിരുന്നു. അതായത് ഇവനൊരു ഹിന്ദുത്വവാദിയാണ്, ഹിന്ദു ഭീകരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ കിടക്കുന്ന ഒരു എത്രയോ ഭീകരർ നമ്മുടെ കാശ്മീരിലൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അവന്റെ കൈ ചരടുണ്ടോ? അവന്റെ പേര് ചൗധരി എന്നാണോ? ഇല്ലല്ലോ. ഇപ്പോഴെന്താ അവർ വേറെ പേരൊന്നും മാറ്റി വരാത്തത്? അപ്പോൾ അത്തരത്തിൽ പേര് മാറ്റിക്കൊണ്ട് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് അയാളെ ജീവനോട് പിടികൂടിയില്ലായിരുന്നെങ്കിൽ ധനുഷ് പറഞ്ഞത് ഇവിടെ സംഭവിക്കുമായിരുന്നു. കാരണം അന്ന് കോൺഗ്രസിന്റെ അപ്രമാദിത്വമാണ്. മാധ്യമങ്ങളെല്ലാം കോൺഗ്രസിന്റെ അടിവസ്ത്രം വരെ കൈ കൊടുക്കുന്ന നിലയിലേക്ക് മുട്ടിലിഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ ഒരു നിലയിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് പിടികൂടിയിട്ട് ഇവരെന്താ ചെയ്തത്? പിടികൂടി കഴിഞ്ഞപ്പോൾ ഇവർ വേറൊരു കഥ അടിച്ചിറക്കി. കർക്കറയെ വധിച്ചു. ഈ മുമ്പ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെയൊക്കെ പിടികൂടിയ എന്തുകൊണ്ട് കർക്കറെ വധിച്ചു? കർക്കറയ്ക്ക് അറിയാമായിരുന്നു ഇത് ഹിന്ദു ഭീകരരാണ് എന്നുള്ളത്. അദ്ദേഹം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ, അദ്ദേഹത്തെ സംഘികൾ കൊന്നു. ഇല്ലെങ്കിൽ ആ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞേനെ. കാരണം ഇതൊരു ഹിന്ദു ഭീകരവാദിയാണ്. ഈ പിടിച്ചു, ഇവന്റെ മൂലാധാരം വരെ എടുത്തു. എവിടെയാണ് ഇവന്റെ കുടുംബം, എവിടെയാണ് ഇവൻ ജനിച്ചതെന്നുള്ള ഈ കസബിന്റെ അടക്കമുള്ളവരുടെ പിടിച്ചു. അന്ന് തിരിച്ചടിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അടിച്ചില്ല. അമേരിക്ക പറഞ്ഞു അടിക്കേണ്ടെന്ന്, ഞങ്ങൾ അടിച്ചില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഒന്ന്. അതായത് മോദി വന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അടിമകളെക്കാൾ കഷ്ടമായ ജീവിതം നയിക്കുമായിരുന്നു. ഭീകരരെന്ന് മുദ്ര കുത്തുമായിരുന്നു. ലോകത്തിന്റെ ഭീകരരെന്ന് മുദ്ര കുത്തി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തുള്ള ഹിന്ദുക്കൾ, കോടാനുകോടി ഹിന്ദുക്കൾ ഈ ലോകത്തിന്റെ വിവിധ അവിടങ്ങളിലെല്ലാം ഭീകരൻ. ഇന്നിപ്പം UK-യിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരെയും ജിഹാദികളായിട്ടാണല്ലോ മുദ്ര കുത്തുന്നത്. അതിൽ നിരപരാധികളും ഉണ്ടാകും, പക്ഷെ അവരെ ജിഹാദികളായി കണ്ട് അകറ്റി നിർത്തുകയല്ലേ. ആ രീതിയിലേക്ക് ഹിന്ദുക്കൾ അകന്നു പോകണം. ഹിന്ദുക്കൾ അങ്ങനെ അകന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായി അവർ മതം മാറും. ഇസ്ലാമിലേക്ക് പോകും, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകും. അങ്ങനെ മതം മാറുമ്പോൾ നമ്മൾ കണ്ട ആ ഒരു മതാമരാജ്യം രംഗത്ത് വരും. ദക്ഷിണേന്ത്യ മുഴുവൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സ്വർഗീയ രാജ്യം. ദക്ഷിണേന്ത്യ മുതൽ വടക്കോട്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ശരീഅത്ത് രാജ്യം എന്നുള്ള രാജ്യമാണ് ഇവർ വിഭാവനം ചെയ്തത്. അതിനെ തടവിട്ടുകൊണ്ടാണ് ഇപ്പോഴും ആ ചുരുക്കം അവർക്ക് മാറിയിട്ടില്ല. ഇപ്പൊ സുഡാപ്പിൽ എപ്പോഴും നമ്മൾ പറയത്തില്ലേ, അവിടെ ഒരാളെ പിടിച്ചു കഴിയുമ്പോൾ ഇയാൾ സംഘിയാണ്, അയാൾ സംഘിയാണ്. ഇപ്പൊ അതിനൊന്നും സുഡാപ്പിയിൽ ഇനി നല്ലൊരു വാർത്ത ഇട്ടെന്ന് പറഞ്ഞാൽ പോലും, ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും അതിനാരും മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ. കാരണം അത് അവർക്ക് മനസ്സിലായി തുടങ്ങി, ഇത് സുഡാപ്പികളാണ്, നായരെന്നും നമ്പൂരി എന്നൊക്കെ പേര് മാറ്റി വരുന്നതാണ്, തേജോധരൻ പോറ്റി എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ടാണ് തേജോധരൻ പോറ്റി. ഇങ്ങനെയൊക്കെയുള്ള സംഭവമായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള ആ ഉടായ്പൊന്നും ഇപ്പൊ ഏക്കില്ല. കാരണം ഇത് പോസ്റ്റ് കാണുമ്പോഴേ അറിയാം പോസ്റ്റ്മാൻ ആരാണെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് മുൻപോട്ട് പോയത്. അതായത് അന്ന് RSS എടുത്തൊരു വലിയ തീരുമാനമുണ്ട്, ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോയാൽ അപകടം ചെയ്യും. അവിടെയാണ് RSS അവരുടെ ഗോവ BJP നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഹിന്ദുക്കൾക്ക് ധൈര്യം പകർന്ന, ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദുവിന് നട്ടലുയർത്തി നിൽക്കാൻ പഠിപ്പിച്ച ശ്രീ നരേന്ദ്രമോദിയെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കുകയും ഒരു ശക്തമായ ഒരു മുന്നേറ്റം, കാരണം LK അദ്വാനിയുടെ പിന്നിൽ ഹിന്ദു സമൂഹത്തിന് കുറച്ചെങ്കിലും സംഘടിക്കാൻ കഴിഞ്ഞു, ഒരു ആത്മധൈര്യം പകർന്നു. അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരാൾ വന്നെങ്കിൽ മാത്രമേ ഹിന്ദു സമുദായത്തെ മുൻപോട്ട് നയിക്കാൻ കഴിയൂ. അത് നരേന്ദ്രമോദി വന്നു, ആ സംഘത്തിന്റെയും മറ്റുള്ളവരുടെയും കണക്കൂട്ടൽ തെറ്റിയില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ 15 വർഷം, 15 ആയിട്ടില്ല, 14 വർഷം കൊണ്ട്, 13 വർഷം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിലോ ഈ പോപ്പുലർ ഫ്രണ്ട് അഴിഞ്ഞാടി ഇവിടെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കൈ ഉണ്ടാകുമായിരുന്നു. ഈ ഭീകരന്മാർ നമുക്ക് ഏതെങ്കിലും ഉത്സവത്തിന് പോകാൻ പറ്റുമായിരുന്നു. കോൺഗ്രസ് സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഉത്സവ സ്ഥലങ്ങളിൽ, മേള നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ഫോടനങ്ങളല്ലായിരുന്നു നിരന്തരം നടന്നിരുന്നത്. ട്രെയിനിൽ നമുക്ക് സ്വസ്ഥതയോടെ പോകാൻ കഴിയുമായിരുന്നു. ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം, എത്ര ബോംബ് സ്ഫോടനങ്ങളാണ് ട്രെയിനിൽ നടന്നത്, എത്ര മരണങ്ങളാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത്, എവിടെയെങ്കിലും അന്വേഷിച്ചോ, എവിടെയെങ്കിലും ആളുകളെ പിടിച്ചുകൊണ്ടോ? എന്നിട്ട് ഇവർ ചെയ്യുന്നത് മുഴുവൻ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഇവരത് ഹിന്ദുക്കളുടെ തലയിൽ, കാരണം ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോ പലരും ഞെളിഞ്ഞു നിന്ന് ഞാൻ ഹിന്ദു എന്ന് പറയാൻ പ്രാപ്തി ഉണ്ടാക്കി എടുത്തതിനകത്തൊരു വലിയ പങ്ക് ഈ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഞെളിഞ്ഞു നിന്ന് ഞാൻ ഹിന്ദുവാണ്, ഞാൻ സംഘിയാണ്, ഞാൻ RSSകാരാണെന്ന് ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ പരസ്യമായിട്ട്. ആ ഒരു ചങ്കൂറ്റം ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തന്നെയാണ്. അതിനകത്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൂരെ ഒന്നും പോകണ്ട. 2014 മുമ്പ് ഈ പറഞ്ഞ ടീമൊക്കെ എവിടെയായിരുന്നു? അവരിപ്പോ ഭൂമിയിലോട്ട് ജനിച്ചു വീണവരൊന്നും അല്ലല്ലോ. 2014 മുമ്പ് ഈ പറയുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഹിന്ദു എന്ന് പറയാൻ മടിയായിരുന്നു. കേരളത്തിൽ പോലും ചന്ദനക്കുറി ഇടാനും കയ്യിലൊരു ചരട് കെട്ടാനും മടിയായിരുന്നു. അവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്നത് മാറിയെങ്കിൽ അതിനൊരു വലിയ ക്രെഡിറ്റ് ഞാൻ പറയും ഹിന്ദു ഹൃദയ സാമ്രാട്ട് നരേന്ദ്രമോദി തന്നെയാണ്.
ഇനി അതിനെ കവച്ചു വെക്കാൻ ഒരാൾ വന്നാൽ നമുക്ക് അപ്പോൾ ആലോചിക്കും പേര് മാറ്റണമെന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിലേക്കാണ് പോയത്. ഇത് തുറന്നു പറഞ്ഞിരുന്നു. ഈ പോഡ്കാസ്റ്റ് ഞങ്ങളുടെ ഈ വാർത്ത കണ്ടതിന് ശേഷം പ്രിയമുള്ള പ്രേക്ഷകർ ആ ചാനലിൽ പോകണം. സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ഏതെങ്കിലും ചാനലുകാർ ഇങ്ങനെ പറയുമോ നിങ്ങൾ മറ്റൊരു ചാനലിലെ പോഡ്കാസ്റ്റ് കാണണമെന്ന്? ഒരാളും പറയില്ല. ഞങ്ങളത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രേക്ഷകർ വിവരങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പറയുന്നത്. മറ്റൊരു ചാനലിനെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ലോകത്ത് ഏതെങ്കിലും ഒരു ചാനൽ വേറൊരു ചാനലിനെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധാരണ ചാനലുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്ന് പറയും, പേര് പറയില്ല. പക്ഷെ ഞങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ വാർത്തകളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ ഈ പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ഈ പോഡ്കാസ്റ്റ് വിശദമായി കാണണം. വിശദമായി കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ഗൂഢാലോചനയാണ് ഹിന്ദുവിനെ തകർക്കാൻ ചെയ്തിരുന്നത് എന്നുള്ളത് ധനുഷ് അതൊന്ന് കാണിച്ചു തരും. ആ ചാനലിലാണ് നടക്കുന്നത്, അത് നിങ്ങൾ കാണുക. ഹിന്ദു ടർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ ചാനല്, ഇതാണ് അദ്ദേഹത്തിന്റെ ഈ വാർത്ത കാണുക. അതിനകത്ത് താഴെ അതിന്റെ സബ് ടൈറ്റിലുകളും മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കാണുക. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ചാനൽ വേറൊരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞങ്ങൾ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രേക്ഷകർ സത്യം അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.